إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രപഞ്ചലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ദീന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഹഖും ബാത്തിലും വേർതിരിച്ചറിഞ്ഞ് നന്മയുടെ ഹിദായത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ അപകടകരമായ ഒരു രോഗത്തെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. മഹാദുരന്തത്തെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഓരോ വ്യക്തികളെയും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തെയും ഭീഷണിപ്പെടുത്തുന്ന ഒരു രോഗമാണ് വഹ്വൽ ഇസ്റാഫ്. ഇസ്റാഫ്, ധൂർത്ത്, ആർഭാടം, അതിരുകവിയൽ. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സൂറത്ത് അറാഫിലെ 31-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചത് വകുലൂ വശറബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. വകുലൂ വശറബൂ, നിങ്ങൾ തിന്നണം, കുടിക്കണം. വലാ തുസ്രിഫൂ, ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ഇസ്റാഫുള്ളവരാകരുത്, ധൂർത്തുള്ളവരാകരുത്, ആർഭാടമുള്ളവരാകരുത്, അതിര് കവിയരുത്. അങ്ങനെ നമ്മൾ അതിര് കവിഞ്ഞാൽ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിഷ്ടപ്പെടുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്.
എന്താണ് ഇസ്റാഫ്? വൽ ഇസ്റാഫ് ലൈസ മുജറദ സിയാദത്തി ഫിൽ ഇൻഫാഖ്, ധാരാളമായിട്ട് ചെലവഴിക്കൽ മാത്രമല്ല ഇസ്റാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൽ ഹുവ മറദുൻ, മറിച്ച് അതൊരു രോഗമാണ്. യസ്രിഖു മിൻ ഖൽബിക റഹ്മ, ഒരാളിൽ ഇസ്റാഫ് ഉണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിൽ നിന്ന് ആ ഇസ്റാഫ് എന്ന രോഗം കാരുണ്യത്തെ മോഷ്ടിക്കും. വമിൻ അഖലിക അൽ ഹിക്മ, അവന്റെ ബുദ്ധി ഇല്ലാതാകും. അതല്ലെങ്കിൽ അവന്റെ ബുദ്ധിയിൽ നിന്ന് യഥാർത്ഥ ചിന്തകളെ എടുത്തു കളഞ്ഞ് ദുഷിച്ച ചിന്തകൾ അവന്റെ ബുദ്ധിയിലേക്ക് കടന്നു വരും. വമിൻ തസറുഫികൽ ഖയാസ, ആളുകളുമായിട്ടുള്ള അവന്റെ പെരുമാറ്റം സംസ്കാരമില്ലാത്ത മോശമായ പെരുമാറ്റമായിരിക്കും. ആളുകളുമായിട്ടുള്ള അവന്റെ ഇടപഴക്കം വളരെ മോശമായിരിക്കും. ഖബല അൻ യസ്രിക മിൻ ജൈബികൽ മാൽ, ഇസ്റാഫ് നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ധാരാളം പണം നമുക്ക് നഷ്ടമാകും. അതിലുപരി ഈ പറഞ്ഞത് രൂപത്തിലുള്ള യഥാർത്ഥ ഇൽമിനെ നമ്മുടെ ബുദ്ധിയിൽ നിന്ന് എടുത്തു കളയുകയും നല്ല സ്വഭാവം മാറി മോശമായ സ്വഭാവം നമ്മളിൽ വരികയും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കരുണയില്ലാത്ത റഹ്മത്തില്ലാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ഇസ്റാഫ് എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്നത്? വളരെ കൃത്യമായി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആർഭാടം നിറഞ്ഞ ജീവിതം, അതിര് കവിഞ്ഞ ജീവിതം, യബ്ദഉ അഹ്യാനൻ മിൻ തർബിയത്തി മുതറഫ, ഭൂരിഭാഗവും അത് സംഭവിക്കുന്നത് ആർഭാടപരമായ ജീവിതം അനുഷ്ഠിക്കുന്ന ഉമ്മയും വാപ്പയും അവർ തന്റെ മക്കളെ വളർത്തുമ്പോൾ ആ രൂപത്തിൽ അവർ വളർത്തുകയാണ്. മിതത്വം പഠിപ്പിക്കാത്തൊരവസ്ഥ മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് അനുഭവിക്കേണ്ടി വന്നാൽ ഈ ഇസ്റാഫ് മക്കളിലൂടെ തലമുറകളിലൂടെ കൈമാറി കൈമാറി ആളുകളിലേക്ക് വരികയാണ്. ഔ മിൻ ഇൻഫിതാഹി മുഫാജിഇൻ ബഅദ അൽ-ളീൽ, അതല്ലെങ്കിൽ രണ്ടാമത്തെ സാധ്യത, ഇസ്റാഫ് വരാനുള്ള രണ്ടാമത്തെ സാധ്യത, കുറെ കാലം പാവപ്പെട്ടവനായി അതല്ലെങ്കിൽ പ്രയാസം നിറഞ്ഞ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതം അനുഷ്ഠിച്ച് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അപ്രതീക്ഷമായി സമൃദ്ധിയിലേക്ക് ധാരാളം സമ്പത്തും അനുഗ്രഹങ്ങളും ഉള്ള ഒരു ജീവിതത്തിലേക്ക് വരുമ്പോൾ കഷ്ടപ്പെട്ട് ജീവിച്ചതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആർഭാടം നിറഞ്ഞ ജീവിതത്തിലേക്ക് ഇസ്റാഫിലേക്ക് ആളുകൾ വഴുതി പോവുകയാണ്. അപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് ഇസ്റാഫ് മക്കളിലേക്ക് കൈമാറി വരും. അതുപോലെ തന്നെ കഷ്ടം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് പിന്നീട് സമൃദ്ധിയിലേക്ക് മാറുമ്പോൾ ഇസ്റാഫ് ജനങ്ങളിലേക്ക് വരും. ഔ മിൻ സുഹബത്തിൻ ലാ തഅരിഫുൽ ഇഅ്തിദാൽ, അതല്ലെങ്കിൽ മിതത്വമറിയാത്ത കൂട്ടുകാർ വലിയ പ്രശ്നമാണ്. കൂട്ടുകെട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കളാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ആരുമായിട്ടാണോ ബന്ധം അവരുമായിട്ടുള്ള ബന്ധം നമ്മൾ ശ്രദ്ധിക്കണം. അത് ഇസ്ലാം വളരെ ഗൗരവത്തിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരാളുടെ മതം അവന്റെ കൂട്ടുകാരന്റെ മതമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട്. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. അല്ലേ? 100 പേരെ കൊന്നവനോട് എനിക്ക് മാപ്പുണ്ടോ എന്ന് പിന്നെ 100 പേരെ കൊന്നവൻ എനിക്ക് മാപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് മതപണ്ഡിതൻ പറഞ്ഞത്, നിന്റെ കൂട്ടുകെട്ട് ഉപേക്ഷിക്കണം, നിന്റെ നാട് ഉപേക്ഷിക്കണം. ഈ നാട്ടിൽ നിന്ന് മറുനാട്ടിലേക്ക് കുറച്ച് തൗഹീദുള്ള സാലിഹീങ്ങളായ ആളുകൾ ജീവിക്കുന്ന ഒരു നാട് തൊട്ടപ്പുറത്തുണ്ട്. അവിടേക്ക് പോയി അവരുമായിട്ട് നീ ജീവിക്കാൻ തുടങ്ങിയാൽ നിനക്ക് മാപ്പ് ലഭിക്കുമെന്ന് ആ മതപണ്ഡിതൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നാട് വിട്ടുകൊണ്ട് നന്നാകണമെന്ന ആഗ്രഹത്തോടുകൂടി പോയവൻ വഴിയിൽ വെച്ച് മരിക്കുകയും അവന്റെ റൂഹിനെ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോയി എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ കൂട്ടുകെട്ട്, നമ്മുടെ ബന്ധം അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടുകെട്ട് മോശമായാൽ മോശമായ സ്വഭാവങ്ങളും മോശമായ ജീവിത രീതികളായിരിക്കും നമ്മളിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് ഔ മിൻ സുഹബത്തിൻ ലാ തഅരിഫുൽ ഇഅ്തിദാൽ, മിതത്വമറിയാത്ത ഇസ്റാഫിൽ ജീവിക്കുന്ന ആളുകൾ അവരാണ് നമ്മുടെ കൂട്ടുകാർ.
ഒരു വേള നമ്മൾ പാവപ്പെട്ടവരായിരിക്കാം. നമ്മുടെ ഉമ്മയും ബാപ്പയും നമ്മുടെ വീടും നമ്മുടെ കുടുംബവും അധികമൊന്നും പൈസമില്ലാത്ത പിന്നെ വളരെ സാധുക്കളായി ജീവിക്കുന്നവരായിരിക്കാം. പക്ഷേ നമ്മൾ കൂട്ടുകൂടിയത് വിദഗ്ധമറിയാത്ത ആർഭാടം നിറഞ്ഞ ആളുകളുമായിട്ടുള്ളൊരു ജീവിതമാണ് എങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ നമ്മൾ മറന്നു പോവുകയാണ്. നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുള്ള വേദന നമ്മൾ മറക്കുകയാണ്. അവിടുത്തെ പട്ടിണി നമ്മൾ അറിയാതെ പോവുകയാണ്. അത്തരം വിഷയങ്ങളിൽ നമ്മൾ അശ്രദ്ധയാവുകയാണ്. നമ്മൾ കൂട്ടുകാരുടെ കൂടെ കൂടി അവസാനം ആ കൂട്ടുകാരെങ്ങനെയാണോ ജീവിക്കുന്നത് ആ രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ മാറുന്ന ഒരു സാഹചര്യം ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവന് പുതിയ വസ്ത്രം വാങ്ങണം, അവൻ അതുപോലെ തന്നെ തന്റെ കൂട്ടുകാർ ജീവിക്കുന്നത് പോലെ നല്ല നല്ല ബൈക്കുകളിലും കാറുകളിലും ആ രൂപത്തിൽ വളരെ സുഖലോലുപന്മാരായി ജീവിക്കണമെന്ന താല്പര്യം പൈശാചിക ചിന്ത അവന്റെ മനസ്സിലേക്ക് വരികയും അതിനുവേണ്ടി മാതാപിതാക്കളെ ചീത്ത പറയുന്നു, മാതാപിതാക്കളെ ആക്ഷേപിക്കുന്നു, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു, അല്ലെ? സ്വന്തം വീട് വിട്ട് മാതാവിന്റെയും പിതാവിന്റെയും കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന മക്കള് എന്തിനാ? ഇസ്റാഫിന് വേണ്ടി, ആർഭാടം നിറഞ്ഞ ജീവിതത്തിനു വേണ്ടി ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എവിടെ നിന്ന് കിട്ടി നമ്മുടെ മക്കൾക്ക്? എവിടെ നിന്ന് കിട്ടി നമ്മുടെ മക്കൾക്ക്? പിന്നെ കൂട്ടുകെട്ടിൽ നിന്ന് മക്കളിലേക്ക് പകർന്നു കിട്ടിയ ഒരു ഇസ്റാഫാണ് അത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നു. അങ്ങനെ ആഡംബരമായ ജീവിതം അവന്റെ ജീവിതത്തിൽ അത് പതിവായി മാറുകയാണ്. മനസംതൃപ്തി ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹിയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതെന്താ? അലം യജിദക യതീമൻ ഫആവാ, അലം യജിദക യതീമൻ ഫആവാ വവജദക ളാലം ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. നീ ദരിദ്രനായിരുന്നു, നിന്നെ ഞാൻ ധന്യനാക്കി എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ കോടികളുടെ സമ്പത്തിന്റെ ഉടമയായിരുന്നില്ല മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, വല്ലിപ്പ മരിച്ചു, എളാപ്പ മരിച്ചു, അല്ലേ? അങ്ങനെ വേണ്ടപ്പെട്ടവരെല്ലാം മരിച്ച് ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്ത് ജീവിച്ച നമ്മുടെ നേതാവായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്താ നിന്നെ ഞാൻ ധനികനാക്കി എന്ന് പറയാനുള്ള കാരണം? കിട്ടിയതിലുള്ളൊരു സംതൃപ്തി, അല്ലേ? ആ സംതൃപ്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ ഇസ്രാഫിൽ ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ആ തൃപ്തി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അറിയേണ്ടതുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ടോ അത് പല രൂപത്തിലും ഉണ്ടാകും. അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണാൻ ഒരാൾ തയ്യാറാവുകയാണ് എങ്കിൽ അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നു. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് വല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീആ. ഈ ലോകത്ത് എന്തെല്ലാം ഉണ്ടോ, ആകാശത്തിലായി ഭൂമിയിലായി ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ മനുഷ്യന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത്. എല്ലാം ആകാശത്തിലും ഭൂമിയിലുമായിട്ട് എന്തെല്ലാം ആകാശ ഭൂമികൾക്കിടയിൽ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ ഒന്നും ഉപേക്ഷിക്കാനില്ല. എല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ്, അനുഗ്രഹമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാണ്. നിഅമുല്ലാഹി അമാന. ഈ അനുഗ്രഹങ്ങളെല്ലാം ഒരു അമാനത്താണ്, ഉത്തരവാദിത്തമാണ്. ഈ അമാനത്ത് അത് വേണ്ട പോലെ ഉത്തരവാദിത്തം നമുക്ക് നിർവഹിക്കാൻ ഈ അനുഗ്രഹങ്ങൾ അല്ലാഹു ചെയ്തു തന്നത് ഉത്തരവാദിത്തത്തോടു കൂടി നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ അനുഗ്രഹങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എടുത്തു കളയും. യഥാർത്ഥ രൂപത്തിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എടുത്തു കളയും എന്നുള്ളതാണ്. ربما يقف يوم القيامة يسأل عن كل لقمة وكل درهم أنفقه في غير حق. നാം കഴിക്കുന്ന ഓരോ ഭക്ഷണവും ഒരു ഉരുള ഭക്ഷണമാണ്, ഒരു വറ്റ് ചോറാണ് നമ്മുടെ വയറ്റിലേക്ക് പോയത് എങ്കിൽ അതിന് നമ്മൾ അല്ലാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയണം. നാം ചെലവഴിക്കുന്ന ഓരോ നാണയവും 1 രൂപയാണ് എങ്കിൽ
അതിന് കൃത്യമായിട്ട് അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലോകത്ത് യൗമുൽ ഖിയാമയിൽ പരലോകത്ത് വെച്ചുകൊണ്ട് ഒരു കാല് പോലും നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുവാദം നൽകുകയില്ല. ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടല്ലാതെ, ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായ മറുപടി നൽകിയിട്ടല്ലാതെ, അതിലൊന്നാമത്തെ ചോദ്യമാണ് ഹബീബ് പഠിപ്പിക്കുകയാണ്, നിന്റെ ഉംറിനെ കുറിച്ച് ചോദിക്കും. നിന്റെ പ്രായം ഒരുപാട് കൊല്ലക്കാലം ഭൂമിയിൽ നീ ജീവിച്ചല്ലോ, നിന്റെ ആയുസ് എന്തിനാണ് നീ ചെലവഴിച്ചത് എന്ന് അല്ലാഹു നിന്നോട് ചോദിക്കും. നിന്റെ ആരോഗ്യം, നിന്റെ യുവത്വം, നിന്റെ ചെറുപ്പ കാലഘട്ടം, ആ യുവാവായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, അത് നീ എന്തിനാണ് നശിപ്പിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് ചോദിക്കും. അതുപോലെ തന്നെ നിന്റെ കയ്യിലുള്ള സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്തിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യമുണ്ടായിരിക്കും. ആ സമ്പത്തിനെ കുറിച്ച് നീ കൃത്യമായ മറുപടി പറയണം. എവിടെ നിന്നാണ് നിന്റെ സമ്പാദ്യം നീ സമ്പാദിച്ചത്? അതുപോലെ തന്നെ എവിടെയാണ് നീ അത് ചെലവഴിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയുന്ന ദിവസം നിനക്ക് വരാനുണ്ട്. നീ അല്ലാഹുവിന്റെ ദീന് പഠിച്ചിട്ട്, നീ ഇൽമ നേടിയിട്ട്, ആ ഇൽമ നീ എന്തിനാണ് നീ ചെലവഴിച്ചത് എന്ന് ഉത്തരം പറയാതെ ഒരു കാല് പോലും മുന്നോട്ട് വെക്കാൻ അല്ലാഹു പരലോകത്ത് സമ്മതിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഓരോ അനുഗ്രഹങ്ങളും അത് അമാനത്താണ്, ഉത്തരവാദിത്തമാണ്. നമുക്ക് വെറുതെ നശിപ്പിച്ച് കളയാനുള്ളതല്ല. ഒന്നും വെറുതെ നശിപ്പിച്ച് കളയാനില്ല. കൃത്യമായ ചോദ്യം നേരിടേണ്ടി വരും. അതിനെല്ലാം നമുക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് ഓരോന്നും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആർഭാടമില്ലാതെ, ഇസ്രാഫില്ലാതെ, പിന്നെ അതിര് കവിയാതെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ അത് വെറും നമ്മുടെ പൈസ അത് നമ്മൾ ധാരാളമായിട്ട് ചെലവഴിക്കുക, അത് മാത്രമല്ല സമ്പത്തിനെ നമ്മൾ കൊന്നുകളയുക, അത് മാത്രമല്ല ദൂർത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർഭാടം, ഇസ്രാഫ് നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുകയില്ല. അതുപോലെ തന്നെ ആഡംബരമായ ജീവിതം അനുഭവിക്കുന്ന ഒരാൾ അല്ലേ, അവന് വിശപ്പിന്റെ രുചി എന്താണെന്ന് അറിയില്ല, അവന് വിശപ്പ് എന്താണെന്ന് അറിയില്ല. ഇസ്രാഫ് ഉള്ളവൻ അവന് വിശപ്പ് എന്താണ് എന്ന് അവൻ അറിയുകയില്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ വീട്ടിൽ, അതല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആവശ്യക്കാരുണ്ടാകും. ആ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് എങ്കിലും, പക്ഷേ നമ്മൾ ഇസ്രാഫ് ഉള്ളവരാണ് എങ്കിൽ, നമ്മൾ ആഡംബര ജീവിതം അനുഷ്ഠിക്കുന്നവരാണ് എങ്കിൽ, ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ തീർത്തു കൊടുക്കാൻ, അവരുടെ കണ്ണീര് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയില്ല. ഓരോ ദിവസങ്ങളിലും എത്രയെത്ര ആളുകളാണ്, ഓരോ ദിവസങ്ങളിലും എത്രയെത്ര ആളുകളാണ് വിശന്നിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനു പറയുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ? നമുക്കറിയാം, ഇന്ന് ഫലസ്തീനിന്റെ മണ്ണിൽ ഓരോ മക്കളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദന, ഗസയിൽ ഓരോ മുസ്ലിമും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദന. അവർക്ക് വിശപ്പുണ്ട്, കഴിക്കാൻ അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് ദാഹിക്കുന്നുണ്ട്, അവർക്ക് കുടിക്കാൻ വെള്ളമില്ലാത്ത പിന്നെ അവസ്ഥയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടല്ലോ, കഴുത്തത്ത് കല്ല് കെട്ടിവെച്ചുകൊണ്ട് ഓരോ മക്കളും വിശപ്പ് സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ആ മണ്ണ് കഴിഞ്ഞു പോകുന്നത് എങ്കിൽ, ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഇസ്രാഫുള്ളവന്റെ മനസ്സിലുണ്ടാവുകയില്ല. ഇസ്രാഫുള്ളവന് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും തിരിച്ചറിയാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സാമൂഹികപരമായ ഐക്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അല്ലെ, സമൂഹത്തോട് എനിക്കൊരു ബാധ്യതയുണ്ട് എന്ന ആ ബോധ്യം ഇസ്രാഫുള്ളവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. എനിക്ക് മാത്രമല്ല ഈ അനുഗ്രഹങ്ങൾ
എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹം മറ്റുള്ളവർക്കും കൂടെ ഉപകാരത്തിന് വേണ്ടിയാണ്. എന്റെ അയൽവാസികൾ, എന്റെ നാട്ടുകാർ, പ്രതിസന്ധി അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ ദരിദ്രർ, പട്ടിണി അനുഭവിക്കുന്നവർ, അവർക്കും കൂടിയുള്ള സമ്പത്താണ് അല്ലാഹു എനിക്ക് നൽകിയത് എന്ന ബോധമൊന്നും അവന്റെ അടുക്കൽ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ആളുകളുമായിട്ടുള്ള സ്നേഹമുണ്ടല്ലോ, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ സ്നേഹം തകർന്നു പോകും. ഒരിക്കലും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ മറ്റുള്ളവരോടുള്ള സ്നേഹം ഉണ്ടാവുകയില്ല. ജനങ്ങൾക്കിടയിൽ ഇസ്രാഫ് ഏതൊരുവന്റെ ജീവിതത്തിലുണ്ടോ, തീർച്ചയായിട്ടും അവൻ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാകും, വിടവുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങളും അല്ലാഹു നൽകിയത് അത് എന്താണ് എങ്കിലും അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇസ്രാഫിന്റെ ചില രൂപങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതെല്ലാം വഴിയിലൂടെയാണ് ഈ ഇസ്രാഫ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? അൽ ഇസ്രാഫു ഫി തആമി വശറാബ്. ഒന്നാമതായിട്ട് ഇസ്രാഫ് കടന്നു വരുന്ന വഴി ഭക്ഷണപാനീയങ്ങളിലൂടെയാണ്. നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിവാഹങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി. മുസ്ലിം ഉമ്മത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വിവാഹങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കി. നിക്കാഹ് അത് ഹലാല, അത് ഇസ്ലാമാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തെ വിളിക്കാം, അത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മൾ കുടുംബത്തെ ക്ഷണിച്ചാൽ ആ കുടുംബക്കാർക്ക് വരുന്നവർക്ക് നമ്മൾ വലീമ കൊടുക്കാം, അത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് പാനീയം കൊടുക്കണം. പക്ഷെ അവിടെ നമ്മൾ ഒരിക്കലും ഇസ്രാഫ് കാണിക്കാൻ പാടില്ല. എത്രയോ വിവാഹങ്ങളിലാണ് പ്രിയമുള്ളവരെ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട്, ഒരുപാട് പാനീയങ്ങൾ ഉണ്ടാക്കിയിട്ട്, ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ആളുകളെല്ലാം കഴിച്ചു പോയതിനു ശേഷം, പിരിഞ്ഞു പോയതിനു ശേഷം ആ ഭക്ഷണപാനീയങ്ങളെല്ലാം മണ്ണിന്റെ അടിയിൽ കുഴിച്ചു മൂടുന്ന രീതിയിലേക്ക് ആധുനിക കാലഘട്ടത്തിൽ വിവാഹങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മലഅ ആദമിയും ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ട്, ഒരു മനുഷ്യൻ വെള്ളം കുടിച്ചിട്ട് അവന്റെ വയറ് നിറയുകയാണ് എങ്കിൽ ആ വയറിനേക്കാൾ മോശമായ പാത്രം ഒന്നുമില്ല എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കഴിച്ചതിന്റെ മേലെ വീണ്ടും കഴിച്ച്, കഴിച്ചതിന്റെ മേലെ വീണ്ടും കഴിച്ച്, അല്ലെ, വീണ്ടും ഉണ്ടാക്കി, വീണ്ടും നമ്മൾ ഉണ്ടാക്കി, അവസാനം നമ്മൾ ഒരു റെസ്റ്റോറന്റിൽ പോയാൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയല്ല ഭക്ഷണം വാങ്ങാം, അവിടെയുള്ളതെല്ലാം നമ്മുടെ ഇസ്രാഫ്, അല്ലെ, നമ്മുടെ ദൂർത്ത്, അല്ലെ, നമ്മുടെ അതിരുകവിയൽ, അത് സമ്മതിക്കുകയില്ല. നമുക്ക് മിതത്വമില്ല. നമ്മൾ ഒരുപാട് വാങ്ങിക്കൂട്ടുന്നു, നമ്മൾ വീടുകളിൽ ഒരുപാട് നമ്മൾ ഉണ്ടാക്കി കൂട്ടുന്നു, എന്നിട്ടോ വയറ് നിറച്ച് നമ്മൾ കഴിക്കുന്നു. ഇതൊന്നും ഇസ്ലാമല്ല കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ കഴിക്കുകയാണ് എങ്കിൽ നിർബന്ധമാണ് എങ്കിൽ മൂന്നിലൊന്ന് ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. അതുപോലെ തന്നെ മൂന്നിലൊന്ന് പാനീയമാണ് നമ്മൾ കുടിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ നഫ്സിന് വേണ്ടി, നമ്മുടെ ശ്വാസത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മൂന്നിലൊന്ന് ഒഴിവാക്കിയിടണമെന്ന് മുഹമ്മദ് മുസ്തഫ നമ്മളോ വയർ നിറയെ കഴിച്ച് അവസാനം അന്യനാളം വരെ നിറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഭക്ഷണ പാനീയങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നടു നിവർന്ന് നടക്കാൻ ഒരൽപ്പം മാത്രം ഭക്ഷണം മതി, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് എപ്പോഴും മൂന്നിലൊന്ന് നമ്മുടെ വയറുണ്ടായിരിക്കണം, കാലിയായിരിക്കണം. ആരെയാ പഠിപ്പിച്ചത്? മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഇസ്രാഫുള്ളവരെ അല്ലാഹുവിന് ഇഷ്ടമല്ല കേട്ടോ. ഇസ്രാഫുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുകയില്ല കേട്ടോ. അതുകൊണ്ട് ഭക്ഷണ പാനീയങ്ങളിൽ ഒരിക്കലും നമ്മൾ ആർഭാടം കാണിക്കരുത്. വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇസ്രാഫിന്റെ മറ്റൊരു രൂപമാണ് അൽ ഇസ്രാഫു ഫിൽ മാൽ. സമ്പത്തിലുള്ള ഇസ്രാഫ്.
ആ സമ്പത്ത് നമ്മൾ ചെലവഴിക്കുമ്പോൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യമുണ്ട്, അതുപോലെ തന്നെ അനാവശ്യമുണ്ട്. എന്നാൽ ആവശ്യങ്ങൾക്കപ്പുറം അനാവശ്യമായിട്ട് നമ്മൾ വെറുതെ സമ്പത്ത് ചെലവഴിച്ചു കൊണ്ടേയിരിക്കുക അല്ലെ. നമ്മളെ കുറിച്ച് ആൾക്കാർ നല്ലത് പറയട്ടെ എന്ന ചിന്തയോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, ആവശ്യമില്ലാതെ വെറുതെ ഇങ്ങനെ നമ്മൾ വലിയ സമ്പന്നനാണെന്ന് ആൾക്കാർ പറയണം അല്ലെ. അതിനുവേണ്ടി നമ്മുടെ സമ്പത്തൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് നമ്മൾ സമ്പത്ത് വെറുതെ ചെലവഴിച്ചു കൊണ്ടിരിക്കുക. അത് ഇസ്രാഫാണ്. അങ്ങനെ ഇസ്രാഫ് കാണിക്കുന്നവൻ അനാവശ്യമായിട്ട് ആവശ്യങ്ങൾക്കപ്പുറം അനാവശ്യമായിട്ട് ആരെങ്കിലും സമ്പത്ത് ചെലവഴിച്ചാൽ വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ. നിന്റെ സമ്പത്ത് നീ അനാവശ്യമായി ചെലവഴിക്കല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇസ്രായിലൂടെ പഠിപ്പിക്കുകയാണ്. 26-ാമത്തെ ആയത്താണ്. വലാ തുബദ്ദിർ തബ്ദീറാ. ആയിരങ്ങൾ ഉണ്ടായേക്കാം, പതിനായിരങ്ങൾ ഉണ്ടായേക്കാം, ലക്ഷങ്ങൾ ഉണ്ടായേക്കാം, കോടികൾ ഉണ്ടായേക്കാം. പക്ഷെ അനാവശ്യങ്ങൾക്ക് വേണ്ടി നിന്റെ സമ്പത്ത് നീ ചെലവഴിക്കാൻ പാടില്ല. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ. അത്തരം ആളുകൾ പിശാചിന്റെ സഹോദരങ്ങളാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷ്മത കാണിക്കണം. അല്ലാത്ത പക്ഷം ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഭക്ഷണ പാനീയങ്ങളിൽ നമ്മൾ ഇസ്രാഫ് കാണിക്കരുത്, അതുപോലെ തന്നെ സമ്പത്ത് നമ്മൾ ഇസ്രാഫ് കാണിക്കരുത്. ഇതിൽ മാത്രമല്ല, സമയത്തിന്റെ വിഷയത്തിലും ഇസ്രാഫ് പലപ്പോഴും നമ്മളിൽ കടന്നു വരുന്നുണ്ട്. സമയത്തിന്റെ വിഷയം, അല്ലാഹു നൽകിയ അനുഗ്രഹമാണ് സമയം. അല്ലാഹു നൽകിയ അനുഗ്രഹമാണ് സമയം. ആ സമയം നമ്മൾ ഓരോന്നും നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഒരു ഉപകാരവും ഇല്ലാതെ എത്രയെത്ര ആളുകളാണ് സ്ക്രീനിന്റെ മുമ്പിൽ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവർ, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ, അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള ഹറാമുകൾ കണ്ടുകൊണ്ട് വെറുതെ മൊബൈൽ ഫോൺ കണ്ട്, വെറുതെ കമ്പ്യൂട്ടർ കണ്ട്, വെറുതെ ടെലിവിഷനുകൾ കണ്ട് സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന എത്രയെത്ര ആളുകളാണ്. ബൈനമാ അൽ വഖ്തു ഹുവ റഅസുൽ മാലിൽ ഇൻസാൻ. ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ടില്ല തന്റെ ജീവിതത്തിലെ സമയം എന്നുള്ളത് മൂലധനമാണ് എന്ന് ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ടില്ല. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്, മഹാനായ പണ്ഡിതനാണ് ഹസനുൽ ബസ്രി. അദ്ദേഹം പറയുകയാണ്, യബ്ന ആദം, ആദമിന്റെ മകനെ, യബ്ന ആദം, ആദമിന്റെ മകനെ, ഇന്നമാ അൻത അയ്യാം, തീർച്ചയായിട്ടും നീ സമയമാണ് കേട്ടോ. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇന്നമാ അൻത അയ്യാം, തീർച്ചയായിട്ടും നീ സമയമാണ്. ഒരു ദിവസം നിന്നിൽ നിന്ന് കഴിഞ്ഞു പോയാൽ, ഒരു ദിവസം നിന്നിൽ നിന്ന് കഴിഞ്ഞു പോയാൽ നീ അറിയണം, നിന്റെ ജീവിതത്തിലെ ചില ഭാഗങ്ങൾ കഴിഞ്ഞു പോയി എന്നാണ് നീ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സമയം അനാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ആ വിഷയത്തിൽ കൃത്യമായ ഒരു ബോധം നമുക്കുണ്ടാകണം. അതല്ല അനാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഓരോ സെക്കൻഡുകളും നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ, വെറുതെ ഇരുന്ന് നമ്മൾ സമയം ചെലവഴിക്കുകയാണ് എങ്കിൽ, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇഷ്ടപ്പെടുകയില്ല. വകദാലിക്കൽ ഇസ്റാഫു ഫിൽ മലാബിസ്, അതുപോലെ തന്നെ ഇസ്റാഫ് വസ്ത്രത്തിന്റെ വിഷയത്തിലുണ്ട്. എത്രയെത്ര ആളുകളാണ് ഈ ആഴ്ച ഒരു വസ്ത്രം എടുത്തു, അടുത്ത ആഴ്ച ആവുമ്പോൾ ആ വസ്ത്രം ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ ദിവസം തോറും, ആഴ്ച തോറും, മാസം തോറും ഈ വസ്ത്രങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നവർ. അതുപോലെ തന്നെ ഒരു മീറ്റിംഗിന് പോയവർ ഒരു വസ്ത്രം ധരിച്ചു, അടുത്ത മീറ്റിംഗിന് പോകുമ്പോൾ പിന്നെ ആ വസ്ത്രം ധരിക്കുന്നില്ല. വസ്ത്രത്തിന്റെ വിഷയത്തിൽ ഇസ്റാഫ് കാണിക്കുന്ന ആളുകൾ, പ്രിയമുള്ളവരെ, ഫാഷന്റെ പിന്നാലെയാണ് ആധുനിക കാലഘട്ടം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആണാണ് എങ്കിലും പെണ്ണാണ് എങ്കിലും അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ അങ്ങനെയെല്ലാം ഫാഷനാകാൻ കഴിയുമോ? അങ്ങനെയെല്ലാം വസ്ത്രത്തിൽ ഫാഷൻ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഫാഷൻ കാണിച്ച് എത്രത്തോളം എന്നറിയുമോ? തന്റെ ഔറത്ത് പോലും
മറക്കേണ്ട ഭാഗം പോലും പ്രദർശിപ്പിച്ചുകൊണ്ട് അല്പവസ്ത്രധാരികളായി പുറത്തേക്കുള്ള ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ വസ്ത്രത്തിലും ഇസ്രാഫ് ഉണ്ട് എന്നതാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വാക്കുണ്ടല്ലോ, നമ്മുടെ സംസാരം, കലാം, നമ്മുടെ സംസാരത്തിലും ഇസ്രാഫ് ഉണ്ട്. നമ്മുടെ വാക്ക്, നമ്മുടെ നാവിൽ നിന്ന് വരുന്ന കലാമുകൾ, അതിലും എന്തുണ്ട്? അതിലും ദൂർത്തുണ്ട്, അതിലും ആഡംബരമുണ്ട്, അമിതമായി ചെലവഴിക്കലുണ്ട്. അതുകൊണ്ട് ഓരോ വാക്കും നിന്റെ നാവിൽ നിന്ന് വരുമ്പോൾ അത് നീ സൂക്ഷിക്കേണ്ടതുണ്ട്. നല്ലതല്ലാതെ നീ പറയാൻ പാടില്ല. മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവൻ അവൻ ഫൽയഖുൽ ഖൈറ, നല്ലത് മാത്രം അവൻ പറയട്ടെ, നല്ലത് മാത്രം. അനാവശ്യമായ കാര്യങ്ങൾ പറയരുത്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, പരദൂഷണം പറയരുത്, കളവ് പറയരുത്. മനുഷ്യരുടെ, ആളുകളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത് എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലങ്ങളിലാണെന്നറിയോ? ഖൗലൻ സദീദ, ഖൗലൻ ലയ്യീന, ഖൗലൻ കരീമ. നീ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കും, ലോലമായിട്ട് സംസാരിക്കും, നല്ല വാക്ക് പറയും. എത്ര സ്ഥലങ്ങളിലാ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. കാരണം ഈ മോശമായ സംസാരം, നല്ല വാക്ക് നമ്മൾ വിട്ടാൽ പിന്നീട് ഉണ്ടാകുന്ന ചീത്തവിളിയും അതുപോലെ തന്നെ തെറിവിളിയും ആക്ഷേപങ്ങളും നമുക്കിടയിലുള്ള ബന്ധങ്ങൾ അകറ്റും. ഇന്ന് കുടുംബ പ്രശ്നങ്ങൾ വളരെയധികം വ്യാപകമാവുകയാണ്, അല്ലേ? വളരെ വ്യാപകമാകുന്നു. പരസ്പരം സ്നേഹത്തിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തി തന്ന ദാമ്പത്തിക ജീവിതം ഭാര്യയ്ക്ക് ഭർത്താവിനെ കണ്ടുകൂടാ, ഭർത്താവിന് ഭാര്യയ്ക്ക് കണ്ടുകൂടാ. എന്താണ്? നാവിലെ ഇസ്രാഫാണ്, വാക്കുകളിൽ ഇസ്രാഫാണ്, നമ്മളുടെ ചീത്തവിളിയാണ്, നമ്മുടെ തെറിവിളിയാണ്. അവിടെ നമ്മൾക്ക് സംസാരിക്കാനില്ല എങ്കിൽ, നല്ലത് പറയാനില്ല എങ്കിൽ നീ മൗനം പാലിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മൃദുലമായിട്ട് സ്നേഹത്തോടെ എങ്കിൽ മാത്രമേ നല്ല വാക്ക് പറയാൻ, ലയ്യനായ ലോലമായ വാക്ക് പറയാൻ. നമ്മുടെ ഒരു വാക്ക് കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഒരാളുടെയും മനസ്സ് വേദനിക്കാൻ പാടില്ല. അങ്ങനെയാണ് എങ്കിൽ നമുക്കിടയിൽ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകും, നമുക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വാക്കിലും ഇസ്രാഫുണ്ട്, അതിന് കവിയലുണ്ട്. ആ ഇസ്രാഫിനെ നീ സൂക്ഷിക്കണം. അങ്ങനെ നീ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അല്ലാഹു നിന്നെ സ്നേഹിക്കുകയില്ല, അല്ലാഹുവിന് നിന്നെ ഇഷ്ടമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ. പല മേഖലകളിലും ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഏതെല്ലാം വഴികളിലൂടെയാണ് ദൂർത്തു വരുന്നത്, ആഡംബരം വരുന്നത്, അതിന് കവിയുന്നത്. ആ ഇസ്രാഫിനെ സംബന്ധിച്ച് വ്യത്യസ്ത വഴികളുണ്ട്. വെറുതെ സമ്പത്ത് ചെലവഴിക്കൽ മാത്രമല്ല, ഞാനിപ്പോ തന്നെ പറഞ്ഞല്ലോ, ഭക്ഷണപാനീയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, സമ്പത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വസ്ത്രത്തിന്റെ ഇസ്രാഫ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ സമയത്തിന്റെ ഇസ്രാഫ് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമാണ് അല്ലാഹുവിന്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാത്ത പക്ഷം നമ്മുടെ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് നീക്കിക്കളയും എന്ന് കൃത്യമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകി നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തന്ന് നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ലോകത്തിന്റെ പല ദിക്കുകളിലും മുസ്ലിം ഉമ്മത്ത് പീഡനങ്ങൾക്കിരയായി കൊണ്ടിരിക്കുകയാണ്. റഹ്മാനെ, അവർക്ക് നീ സമാധാനം കൊടുക്കണേ, സൗഖ്യം കൊടുക്കണേ, അവർക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ. റഹ്മാനെ, മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ ഉറച്ചു നിൽക്കാനുള്ള പിന്നെ തൗഫീഖ് നൽകി നീ അവരെയെല്ലാം അനുഗ്രഹിക്കണേ. റഹ്മാനെ, അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഏറെ ശ്രേഷ്ഠമായ ദിവസമായ വെള്ളിയാഴ്ചയിൽ നമ്മൾ ജീവിക്കുമ്പോൾ
ധാരാളമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥന നടത്തിക്കൊണ്ടേയിരിക്കുക. പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ധാരാളമായിട്ട് നമ്മൾ ദാനധർമ്മങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ സ്വതക്കകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളമായിട്ട് നമ്മൾ സ്വലാത്തുകൾ ചൊല്ലുക, ദിക്റുകളും തസ്ബീഹുകളും തഹ്മീദുകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. മുസ്ലിം ഉമ്മത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ഇന്ന് അവതരിപ്പിച്ച വിഷയം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ആർഭാടം നിറഞ്ഞ കല്യാണങ്ങളും അതുപോലെ തന്നെ ആർഭാടം നിറഞ്ഞ ഭക്ഷണപാനീയങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നമ്മുടെ നാടുകളിൽ വിവാഹങ്ങൾ നടത്തുമ്പോൾ നമുക്ക് എന്ത് അവകാശമുണ്ട് ഫലസ്തീനിന് വേണ്ടി സംസാരിക്കാൻ? നമുക്ക് എന്ത് അവകാശമുണ്ട് ഗസക്ക് വേണ്ടി സംസാരിക്കാൻ? നമുക്ക് എന്ത് അവകാശമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത്? ജൂദായിസം പേറി നടക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. ആലോചിച്ച് ഒരു കല്യാണം നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ ഒരാഴ്ച മുമ്പേ കല്യാണങ്ങൾ തുടങ്ങുകയാണ്. പച്ചക്കല്യാണം, നീലക്കല്യാണം, ചുവപ്പ് കല്യാണം, അരികുത്ത് കല്യാണം, പല കോലത്തിലും പല പേരിലും മുസ്ലിം ഉമ്മത്തിൽ മാത്രമേ ഇതുള്ളൂ. ജൂതനിൽ നിന്ന് കടന്നു വന്ന വിശ്വാസങ്ങളും നിലപാടുകളും കബറാരാധന എവിടെ നിന്ന് വന്നു? ജൂതനിൽ നിന്ന് വന്നു. പഠിക്കണം നമ്മൾ ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ. ഇതൊക്കെ പേരിൽ നടക്കുക, എന്നിട്ട് ഫലസ്തീനിന് വേണ്ടി വാദിക്കുക. ഒരു അവകാശവും ഫലസ്തീനിന് വേണ്ടി വാദിക്കാൻ നമുക്കില്ല. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين ودمر أعداءك أعداء الدين. اللهم انصر إخوان المسلمين في كل مكان، اللهم انصر إخوان المسلمين في كل مكان، اللهم انصر إخوان المسلمين في فلسطين، اللهم انصر إخوان المسلمين في غزة، اللهم انصر إخوان المسلمين في فلسطين، اللهم انصر إخوان المسلمين في كل مكان. اللهم انصرهم، اللهم ارحمهم، اللهم اغفر لهم. ربنا تقبل منهم من شهدائهم يا رب العالمين. ربنا تقبل منا من دعائنا وصيامنا وقيامنا وصلاتنا وكل من أعمال صالحاتنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.